ഹായ്, വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. എൻ്റെ പേര് സിനിയ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയാണ്. അതായത് കൊഗ്നിറ്റീവ് അപ്രോച്ചിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജീൻ പിയാഷെ എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിന്റെ ഈ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി എന്താണ് എന്നാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ടെൻഷൻ ഒന്നും വിചാരിക്കേണ്ട ഒരു കാര്യമില്ല. കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ തിയറി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹ്യൂമൻസ്, അതായത് ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ലേ, ഹ്യൂമൻസിന്റെ ഇന്റലിജൻസിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഡെവലപ്മെന്റിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠനമാണ് എന്തെന്ന് ഈ പറയുന്ന കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെവലപ്മെന്റൽ സ്റ്റേജ് തിയറി എന്നും ഇതിന് പേരുണ്ട്. അപ്പൊ നോട്ട് ചെയ്യാം, എന്താണ് ഈ പറയുന്ന കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി എന്ന് പറഞ്ഞാല് അതെന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? എന്താണ് അത് പറയുന്നത്? മനുഷ്യന്റെ ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡെവലപ്മെന്റൽ സ്റ്റേജ് തിയറി എന്നും ഇതിന് പേരുണ്ട്. പിയാഷെ ഈ പറയുന്ന ഈ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ച് ഒരു തിയറി പറയുന്നുണ്ട്. അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജനറ്റിക് എപ്പിസ്റ്റമോളജിസ്റ്റ് ആണ്. അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ പറയുന്ന നോളജ്, അതായത് ഒരു കുട്ടി, ഒരു ഇൻഡിവിജ്വല് അവന്റെ നോളജ് നേടിയെടുക്കുന്നത് എങ്ങനെയാണ്? അവന്റെ എൻവയറമെന്റിൽ നിന്നാണ്. അല്ലെ? ശരിയല്ലേ? അതെ. നാച്ചുറലി അവന്റെ ആ ഒരു നോളജ് അവൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? അവൻ ആദ്യമായിട്ട് അറിവ് കിട്ടുന്നത് എവിടെ നിന്നാണ്? അവന്റെ വീട്ടിൽ നിന്നാണ്, അല്ലെ? അവന്റെ അമ്മ പറഞ്ഞു കൊടുക്കുന്നതും അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നതും സഹോദരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതുമായിട്ടുള്ള അറിവാണ് അവൻ ആദ്യം കിട്ടുന്നത്. അല്ലാതെ ഒരു ചെറിയ കുട്ടി ആദ്യം ഇരുന്ന് ഒരു ബുക്ക് എടുത്ത് വായിച്ചാണ് നോളജ് നേടിയെടുക്കുന്നത്? അല്ല. അവൻ അവന്റെ പരിസ്ഥിതിയിൽ നിന്ന്, അവന്റെ എൻവയറമെന്റിൽ നിന്നാണ് അവൻ നോളജ് നേടിയെടുക്കുന്നത്. അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിയാഷെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതിന്റെ ഈ ഒരു തിയറിയുടെ ഉദ്ദേശം തന്നെ എന്താ പറയുന്നത്? ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എങ്ങനെ അവന്റെ നോളജ് ഡെവലപ്പ് ചെയ്തെടുക്കും? എങ്ങനെയാണ് അവൻ നോളജ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്? ഇന്ററാക്ഷൻ ആണ്. ആരുമായിട്ട്? അവന്റെ എൻവയറമെന്റുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷന്റെ ഫലമായിട്ടാണ് അവൻ എന്ത് കിട്ടുന്നത്? നോളജ് കിട്ടുന്നത്. അപ്പൊ അത്രയും ഇവിടെ നമുക്ക് പറയാനുള്ളൂ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? എൻവയറമെന്റുമായിട്ട് ചേർന്നാണ്, അതായത് അവന്റെ എൻവയറമെന്റിൽ നിന്ന്, അവന്റെ പരിസ്ഥിതിയിൽ നിന്നാണ് അവൻ എന്ത് കിട്ടുന്നത്? നോളജ് കിട്ടുന്നത്. പരിസ്ഥിതി എങ്ങനെ ഇരിക്കുന്നു അതനുസരിച്ചിരിക്കും അവന്റെ നോളജ്, അല്ലെ? നല്ലൊരു സിറ്റുവേഷൻ ആണ്, നല്ലൊരു എൻവയറമെന്റ് ആണ് അവനുള്ളതെങ്കിൽ അവൻ നല്ലൊരു നോളജ് നേടിയെടുക്കും. അതല്ല, അവനൊരു മോശമായിട്ടുള്ള ഒരു എൻവയറമെന്റിലാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു എഫക്റ്റ് അവന്റെ ബിഹേവിയറിൽ കാണിക്കും. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ഒരു കുട്ടി അവന്റെ നോളജ് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവന്റെ എൻവയറമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഇനി ബേസിക് കോമ്പണൻസ് നോക്കാം. അതായത് ഇദ്ദേഹം ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് നോക്കാം. അദ്ദേഹം പറയുന്നത് ലേണിങ്ങിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? നമ്മുടെ മെന്റലിനെ, അതായത് നമ്മുടെ മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും, അല്ലെ? ആ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാറ്റി ശരിയായിട്ടുള്ള ഒരു അറിവ് അത് നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ മെന്റൽ ഇക്വിലിബ്രിയം, അതായത് മെന്റൽ ആയിട്ടുള്ള അതിന് പറയുന്നത് എന്താണ്? സന്തുലിതാവസ്ഥ. നമ്മുടെ മൈൻഡിന്റെ സന്തുലിതാവസ്ഥയെ കീപ്പ് ചെയ്ത് വെക്കുക, മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ലേണിംഗ് വന്നിട്ടുള്ളത്. അത്രേ അദ്ദേഹം പറയുന്നുള്ളൂ. അദ്ദേഹം പറയുന്ന കാര്യം എന്താണ്? നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യുക? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക, അതായത് തുല്യമായിട്ടുള്ള ഒരു സന്തുലിത അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് എന്തെന്ന്? ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഈ പറയുന്ന അസുബൽ പറഞ്ഞ അതേ കാര്യം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണ്? നമ്മൾ പുതിയ നോളജ് നേടിയെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പ്രീവിയസ് നോളജും ഉണ്ട്, ആ നോളജും പുതിയ നോളജും തമ്മിൽ എന്ത് ചെയ്യും? ഒരു ബന്ധം വരും. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പഠിച്ചു പോകുന്നത്. ഇതും പറഞ്ഞത് ആരാണ്? പിയാഷെ തന്നെയാണ്. ഇത് തന്നെ ആരും പറയുന്നുണ്ട്? അസുബലും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാല് നമ്മൾ നമ്മുടെ എൻവയറമെന്റുമായിട്ട് എങ്ങനെയാണ് ഡീല് ചെയ്യുന്നത്, ആ ഡീൽ ചെയ്യുന്ന അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് നോളജ് കിട്ടുന്നത്. അതിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമം എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്, അല്ലെ? ഈ ഗ്രാമത്തില് എങ്ങനെയാണ് അവരുടെ ജോലി? എന്താണ്? മോഷണമാണ്. അവിടെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ മോഷ്ടിച്ചൊക്കെയാണ് ജീവിക്കുന്നത്. അവർക്കതൊരു തെറ്റാണോ? ഇല്ല. എന്തുകൊണ്ടാണ്? അവന്റെ എൻവയറമെന്റ് അവനോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇതെന്റെ ഒരു തൊഴിലാണെന്നാണ്. എന്നാൽ മോറൽ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫാമിലിയിൽ ജനിച്ച ഒരു കുട്ടി ഇങ്ങനെ ചെയ്താൽ, ഒരു മോഷണം ചെയ്താൽ അത് നല്ലതാണോ? അവരുടെ ഫാമിലി അത് അംഗീകരിക്കോ? ഇല്ല. അതെന്തുകൊണ്ടാണ്? അത് തെറ്റാണെന്നാണ് അവനെ പഠിപ്പിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഈ എൻവയറമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? ആ തിരുട്ട് ഗ്രാമത്തിലെ അവിടുത്തെ എൻവയറമെന്റ് എന്താണ്? മോഷണം തെറ്റല്ല, അത് നല്ലൊരു കാര്യമാണ്, നമുക്ക് ജീവിക്കാനുള്ള ഒരു മാർഗമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒരു മോറൽ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫാമിലിയിൽ ജനിക്കുന്ന ഒരു കുട്ടിയോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്താണ്? അത് തെറ്റാണ്, മോഷണം തെറ്റാണ്, മോഷ്ടിക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ അവൻ മോഷ്ടിച്ചാൽ, അവൻ അത് കട്ടെടുത്താൽ, മോഷ്ടിച്ചെടുത്താൽ
അവനെന്താവുന്നു? തെറ്റുകാരനാവുന്നു. പക്ഷെ തിരുട്ട് ഗ്രാമത്തിലെ കുട്ടി തെറ്റുകാരനാവുന്നുണ്ടോ? ഇല്ല. കാരണം അവന്റെ എൻവയോൺമെന്റ് ആണ്. അതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ എൻവയോൺമെന്റ് എങ്ങനെയാണോ അതെങ്ങനെയാണ് എന്ന് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ക്യാരക്ടർ എന്ത് ചെയ്യുന്നത്? രൂപീകരിക്കുന്നത്. നമ്മുടെ ബിഹേവിയർ എങ്ങനെ വരുന്നത്? എങ്ങനെയാണ്? അവന്റെ എൻവയോൺമെന്റ് എങ്ങനെയാണ് അതിനെ നോക്കിക്കൊണ്ടാണ് വരുന്നത്. അത് തന്നെയാണ് പിയാഷെ ഇവിടെ പറയുന്നത്. ഓക്കെ, എൻവയോൺമെന്റുമായിട്ടൊരു ഇന്ററാക്ഷൻ ഉണ്ട്. ആ ഇന്ററാക്ഷനിലൂടെയാണ് നമ്മുടെ നോളജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ക്രിയേറ്റ് ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്, നമ്മൾ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ബുദ്ധിയിലേക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി ബേസിക് കോമ്പണന്റിലെ ആദ്യത്തെ സ്കീമയെ കുറിച്ച് പറയാം. സ്കീമയെ കുറിച്ച് ഞാനിപ്പോ ഈ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ കാര്യം തന്നെയാണുള്ളത്. അതായത് ഇതൊരു കൊഗ്നിറ്റീവ് ഫ്രെയിം വർക്കാണ്. ചട്ടക്കൂട്. ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചട്ടക്കൂട് എന്ന് പറയും. അതായത് സ്കീമ എന്ന് പറഞ്ഞാൽ ഒരു കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ആണ്, അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ഫ്രെയിം വർക്കാണ്. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ പ്രീവിയസ് നോളജും എന്റെ ന്യൂ നോളജും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ഇന്ററാക്ട് ചെയ്യിക്കുന്നുണ്ട് അല്ലെ. അതായത് എന്റെ ഉള്ളിൽ ഓൾറെഡി നോളജ് ഉണ്ട്, പ്രീവിയസ് ആയിട്ട് കുറച്ച് നോളജ് ഉണ്ട്, ചില കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ഓൾറെഡി അറിയാം. അതിനോടൊപ്പം ഞാൻ എന്ത് ചെയ്യാണ്? എന്റെ പുതിയ നോളജും കൂടെ ആഡ് ചെയ്ത് വെക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് ഓക്കെ ആവുന്നു. ഓക്കെ, അതിനിപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഗൾഫ് കാണാൻ പോവാണ്. അപ്പൊ ഈ ഗൾഫ് കൺട്രീസിനെ കുറിച്ച്, അല്ലെങ്കിൽ ഞാനിപ്പോ വേറെ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിൽ പോവാണ്. അപ്പൊ അതിനു മുമ്പ് തന്നെ ആ കൺട്രിയെ കുറിച്ച് എനിക്ക് കുറച്ച് അറിവൊക്കെ ഉണ്ട്. പക്ഷെ അത് പൂർണ്ണമല്ല. ആ അറിവ് വെച്ചാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അവിടെ നിന്ന് എനിക്ക് പുതിയ അറിവുകൾ കിട്ടുന്നു. ഞാൻ പുതിയ അറിവും പഴയ അറിവും കൂടി ചേർത്ത് വെക്കുന്നു. എനിക്ക് നല്ലൊരു സ്ട്രക്ചർ കിട്ടുന്നു അല്ലെ. അതാണ് ഈ സ്കീമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കൊഗ്നിറ്റീവ് ഫ്രെയിം വർക്കാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ എന്താ ചെയ്യുന്നത്? പ്രീവിയസ് നോളജിനോടൊപ്പം ന്യൂ നോളജ് കൂടെ ചേർത്ത്, അതായത് പ്രീവിയസ് നോളജിലൂടെ നമ്മൾ ന്യൂ നോളജും കൂടെ ആഡ് ചെയ്ത് അത് തമ്മിൽ ഒരുമിച്ചങ്ങ് കൊണ്ടുപോകുന്നു. ഓക്കെ, ഇനി ഇദ്ദേഹം പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞ സ്കീമ എന്തായിട്ട് പ്രവർത്തിക്കാറുണ്ട്? നമ്മുടെ വേൾഡ്, നമുക്ക് ചുറ്റുമുള്ള വേൾഡ്, ഹൗ വി പെർസ്യൂ ആൻഡ് റെസ്പോണ്ട് ടു ദി വേൾഡ് അറൌണ്ട് അസ്, അതും കൂടെ പറയുന്നുണ്ട് അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കായിട്ട് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മുടെ വേൾഡുമായിട്ട് നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചും ഈ ഒരു ഫ്രെയിം വർക്കിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഈ അസുബൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അസുബൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് പിയാഷെ പറഞ്ഞിട്ടുള്ളത്. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു രീതിയിൽ പറയുന്നു എന്നല്ലാതെ രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, രണ്ടും കൊഗ്നിറ്റീവ് അപ്രോച്ച് തന്നെയാണ്. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കുക. പക്ഷേ ഇവിടെ വ്യത്യാസമുണ്ട്. കാരണം അസുബൽ പറഞ്ഞിട്ടുള്ളതിന്റെ പേര് വേറെയാണ്, അഡ്വാൻസ് ഓർഗനൈസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന സ്കീമ എന്നാണ്. ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഏറെക്കുറെ ഇവരുടെ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? സെയിം തന്നെയാണ്. ഇനി സ്കീമ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? സ്കീമ എന്ന് പറഞ്ഞാൽ പഴയ നോളജ് നമ്മുടെ കയ്യിലുണ്ട്, പുതിയ നോളജ് നമ്മൾ അക്വയർ ചെയ്യാനായിട്ടുള്ള ശ്രമമാണ്. അതിനുള്ള ഒരു കൊഗ്നിറ്റീവ് ഫ്രെയിം വർക്കാണ്. ഇനി അസ്യൂമുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്യൂമുലേഷൻ എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടിയുടെ വീട്ടിലൊരു ക്യാറ്റ് ഉണ്ട്. അവർ വളർത്തുന്ന ഒരു പെറ്റാണ് ക്യാറ്റ്. അതിന്റെ പേര് ക്യാറ്റ് എന്നാണെന്ന് കുട്ടി വീട്ടിൽ നിന്ന് പഠിക്കുന്നുണ്ട് അല്ലെ. അവന്റെ വീട്ടിൽ വളർത്തുന്ന അത് ഒരു പൂച്ചയാണ്, അല്ലെങ്കിൽ ഡോഗ് ആയിക്കോട്ടെ. എന്റെ വീട്ടിലൊരു ഡോഗ് ഉണ്ട്, അല്ലെങ്കിൽ എന്റെ വീട്ടിലൊരു തത്തയുണ്ട് എന്ന് ആ കുട്ടിക്ക് അറിയാം. അതിന്റെ പേര് അവന് അറിയാം. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്യാറ്റ് എന്ന് പറഞ്ഞ ഒരു ജീവി, ഒരു പെറ്റ് എന്റെ വീട്ടിലുണ്ട് എന്നറിയാം. ആ കുട്ടി പുറത്തുള്ള, അതായത് അവനത് പറഞ്ഞു കഴിഞ്ഞ് അവനത് പുറത്ത് മറ്റുള്ള ക്യാറ്റുകളെ കാണുമ്പോൾ അത് ക്യാറ്റാണെന്ന് അവൻ മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെ അവൻ മനസ്സിലാക്കുന്നത്? അവന്റെ വീട്ടിലുള്ള ക്യാറ്റിനെ അവൻ അറിയാം, അതിന്റെ രൂപം അറിയാം, അതിന്റെ രീതികൾ അറിയാം, എല്ലാം അവൻ അറിയാം. അവൻ കണ്ടിട്ടുണ്ട്, അത് അവന്റെ മനസ്സിലുണ്ട്. ആ മനസ്സിലുള്ള കാര്യം വെച്ചാണ് അവൻ പുറത്ത് വേറൊരു പൂച്ചയെ കാണുമ്പോൾ അത് ക്യാറ്റ് ആണെന്ന് പറയുന്നത് അല്ലെ. അല്ലാതെ അവന്റെ വീട്ടിൽ ഇപ്പൊ ഒരു ക്യാറ്റ് ഇല്ല, അവന് ക്യാറ്റ് എന്ന് പറഞ്ഞ ജീവി അവൻ കണ്ടിട്ടേ ഇല്ല എന്ന് വിചാരിക്കാം. അവന് പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഒരു ക്യാറ്റ് മുന്നിലൂടെ പോയാൽ അവൻ അത് ശ്രദ്ധിക്കുമോ? അല്ലെങ്കിൽ അവൻ ക്യാറ്റ് ആണെന്ന് അവൻ പറയുമോ? ഇല്ല. കാരണം എന്താണ്? അവൻ ക്യാറ്റിനെ കണ്ടിട്ടില്ല, അതെന്ത് ജീവിയാണെന്ന് അവൻ അറിയില്ല. ഓക്കെ, അതേസമയം അവന്റെ വീട്ടിൽ ക്യാറ്റ് ഉണ്ടെങ്കിൽ അവൻ ആ ക്യാറ്റിനെ ക്യാറ്റ് എന്ന് വിളിച്ച് അറിയാം, അവനറിയാം ക്യാറ്റ് ഉണ്ടെന്ന്, അങ്ങനെ ഒരു ജീവി ഉണ്ടെന്നുള്ള ഒരു സത്യം അവനറിയാം. അപ്പൊ പുറത്ത് മറ്റൊരു ക്യാറ്റിനെ കാണുമ്പോൾ, മറ്റൊരു പൂച്ചയെ കാണുമ്പോൾ അത് പൂച്ചയാണ്, അത് ക്യാറ്റ് ആണെന്ന് എന്ത് ചെയ്യും? അവൻ പറയും. ഓക്കെ, അതായത് അവന്റെ ഉള്ളിൽ ആ നോളജ് ഉണ്ട്. ആ നോളജിൽ അവൻ മനസ്സിലാകുന്നുണ്ട് വീട്ടിലുള്ളതും ക്യാറ്റാണ്, പുറത്ത് കാണുന്നതും ക്യാറ്റാണ് എന്ന് അവൻ മനസ്സിലാക്കുന്നുണ്ട് അല്ലെ. പുതിയ നോളജും പഴയ നോളജും ഒരുമിച്ച് അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങ് കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. അതാണ് ഈ അസിമുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അസിമുലേഷൻ എന്ന് പറഞ്ഞാൽ അത്രയേ പറയുന്നുള്ളൂ. ഓക്കെ, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അസിമുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇനി അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അക്കോമഡേഷന്റെ മലയാളം എന്താണ്?
എന്താണ് നമ്മൾ ഈ അക്കോമഡേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? താമസ സൗകര്യം അല്ലെ, അതല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അക്കോമഡേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു താമസിക്കാനുള്ള ഒരു സൗകര്യം. ഇവിടെയും അത് തന്നെയാണ് പറയുന്നുള്ളൂ. ഇവിടെ താമസിക്കുന്ന ആരാണ്? മനുഷ്യനല്ല, നോളജ്. ഓക്കെ, ഇവിടെ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ നമുക്കുള്ള ഈ നോളജ്, ന്യൂ ആയിട്ട് നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇൻഫോർമേഷനോ എക്സ്പീരിയൻസോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ബ്രെയിനിലേക്ക് അക്കോമഡേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ കണക്ട് ചെയ്തേക്കാം നമ്മുടെ ലൈഫുമായിട്ട്. അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു സൗകര്യം, താമസ സൗകര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് മനുഷ്യന്റെ താമസ സൗകര്യമാണോ പറയുന്നത്? ഇവിടെ എന്താ പറയുന്നത്? നോളജിനെ കുറിച്ചാണ് പറയുന്നത്. നോളജിന്റെ താമസ സൗകര്യം എവിടെയാണ് നമ്മൾ നോളജ് കൊണ്ടുവന്ന് വെക്കുന്നത്? നമ്മുടെ മൈൻഡിലാണ് അല്ലെ. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടുത്തെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് പുതിയതായിട്ട് കിട്ടിയ, ന്യൂ ആയിട്ട് കിട്ടിയ നോളജ് ഉണ്ട്, ഇൻഫോർമേഷൻ ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ മൈൻഡിലേക്ക് അക്കോമഡേറ്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, പുതിയതായിട്ട് നമുക്ക് കിട്ടിയ നോളജ് നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് വെക്കുകയാണ്? അക്കോമഡേറ്റ് ചെയ്ത് അങ്ങ് വെക്കുകയാണ്. അത്ര ഇവിടെ പറയുന്നുള്ളൂ. സിമ്പിൾ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നല്ലേ. കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിലുള്ള സ്കീമാസുകളുണ്ട് അല്ലെ, അതായത് പുതിയതായിട്ടുള്ള നോളജസുകളുണ്ട്. ആ നോളജുകൾ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഇൻഫർമേഷൻസുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാണ്? അക്കോമഡേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അക്കോമഡേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇക്വിലിബ്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? അതും മലയാളത്തിൽ എന്താണ്? സന്തുലിതാവസ്ഥ. അതായത് പഴയ നോളജും പുതിയ നോളജും കൂടെ ചേർന്ന് ഉള്ളിൽ കിടന്ന് മൈൻഡിൽ കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങിയാൽ ശരിയാവോ? അവസാനം നമുക്കൊന്നും മനസ്സിലാവാത്ത അവസ്ഥയിൽ വരും അല്ലെ. പക്ഷെ പഴയ നോളജും, അതായത് ഓൾഡ് നോളജ് ആൻഡ് ന്യൂ നോളജും തമ്മിൽ കണക്ട് ചെയ്ത് അതൊരു സന്തുലിതാവസ്ഥയിലേക്ക് വെക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് അല്ലെ. നമ്മൾ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? അത് നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്ത് വെക്കണം. അതായത് നമ്മൾ അത് ക്ലിയർ ചെയ്ത് വെച്ചിരിക്കണം. പുതിയ നോളജും പഴയ നോളജും കിട്ടിക്കഴിയുമ്പോൾ അതിനെ തമ്മിൽ കണക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഒരു കൺക്ലൂഷനിൽ എത്തുന്നുണ്ട്. ആ കൺക്ലൂഷൻ നമ്മൾ അക്കോമഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതെന്തായിരിക്കണം? സന്തുലിതാവസ്ഥയിൽ നിൽക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പഴയതും ഉണ്ടാവില്ല, പുതിയതും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അവിടെ എന്താ പറയുന്നത്? അത് ഇക്വിലിബ്രേറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ, അത് സന്തുലിതാവസ്ഥയിൽ വന്ന് നിൽക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അതായത് അസിമുലേഷനും അക്കോമഡേഷനും ഒക്കെ എന്താണ്? നമ്മുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ ബാലൻസ് ചെയ്ത് നിർത്താൻ സഹായിക്കും എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ ഇക്വിലിബ്രിയം എന്ന സ്റ്റേജിലേക്ക് എത്തുന്നത്. അക്കോമഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് ഇക്വിലിബ്രിയം സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു അല്ലെ. കാരണം അക്കോമഡേറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? നമുക്കത് ക്ലിയർ ആയി കഴിയുമ്പോഴല്ലേ നമ്മളത് വിശ്വസിക്കുകയുള്ളൂ. നമുക്ക് എന്തിനെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് നോളജ് ഉണ്ട്, ആ നോളജിലൂടെ പുതിയൊരു നോളജും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ഗുണമുണ്ട്, നല്ലതാണ് എന്ന് മനസ്സിലായാൽ മാത്രമല്ലേ നമ്മുടെ മനസ്സിൽ അത് വെക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെയും പിന്നെയും നോളജ് എന്ത് ചെയ്യും? അക്വയർ ചെയ്യും. എന്നിട്ട് അതിനൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫോം കൊണ്ടുവന്നിട്ട് നമ്മൾ അക്കോമഡേറ്റ് ചെയ്യും. അതിനുശേഷം എന്ത് സംഭവിക്കും? അവിടെ സന്തുലിതാവസ്ഥ കൈവരിക്കും. ഓക്കെ, അതായത് ബാലൻസ് ആണ് പറയുന്നത്. അക്കോമഡേഷന്റെയും അസിമുലേഷന്റെയും ബാലൻസോട് കൂടി നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യാണ്? പുതിയ നോളജ് നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ആര് പറഞ്ഞത്? പിയാഷെ പറഞ്ഞത്. ഓക്കെ, ഇത് തന്നെയാണ് അസുബലും പറഞ്ഞത്. പക്ഷെ അദ്ദേഹം വേറെ വേർഡ്സുകൾ യൂസ് ചെയ്തു. അവിടെ അഡ്വാൻസ് ഓർഗനൈസർ ഒക്കെ ഉണ്ട്. ഇവിടെ പക്ഷെ അതൊന്നും അല്ല പറയുന്നത്. ആ ഒരു വ്യത്യാസം നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടിലേക്ക് പോവാം, പോർഷനിലേക്ക് പോവാം. സ്റ്റേജസ് ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസുകളാണ് നമുക്കിനി പറയാനുള്ളത്. എന്തൊക്കെയാണ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസുകൾ? ഒരു കുട്ടി ജനിക്കുന്ന മുതൽ, അതായത് 0 എന്ന് ഉദ്ദേശിക്കുന്നത് ആ കുട്ടിയുടെ ജനന സമയം മുതലാണ് കേട്ടോ. അതായത് ആ കുട്ടി ജനിക്കുകയാണ്. ജനിച്ചത് മുതൽ 2 വയസ്സ് പ്രായം വരെ ഉള്ള അവന്റെ ഒരു സ്റ്റേജ് എന്തായിരിക്കും? അതാണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. പിയാഷെയാണ്, പിയാഷെയുടെ ഒന്നാമത്തെ സ്റ്റേജ് ആണ് നിന്ന് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഒന്നാമത്തെ സ്റ്റേജ് ആണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. സെൻസറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സെൻസറി എന്നൊരു വേർഡ് യൂസ് ചെയ്യാൻ കാരണം എന്താണ്? സെൻസുകൾ ഉപയോഗിച്ചല്ലേ ഇവിടെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് 1 വയസ്സുള്ള ഒരു കുട്ടി നമ്മളോട് ഒരു കാര്യം പറയുന്നത് ഭാഷ ഉപയോഗിച്ചിട്ടാണോ? അല്ല അല്ലെ. അവൻ ചിലപ്പോ കരഞ്ഞു കാണിക്കും, ചിലപ്പോ അവൻ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിക്കും, എങ്കിലും നമ്മളോട് തൊട്ട് തോണ്ടി തലോടി ഇതാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരുകയൊക്കെ ചെയ്യും. അല്ലാതെ അവൻ ഭാഷയൊന്നും ഉപയോഗിക്കുന്നില്ല, കാരണം ഭാഷ ഉപയോഗിക്കാനുള്ള സമയമായിട്ടില്ല. ആ ഒരു സ്റ്റേജ് ആണ് എന്തെന്ന്? സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. ഏത് വയസ്സ് മുതലാണ് വരുന്നത്? അത് 0 വയസ്സ് മുതൽ, അതായത് ജനനം മുതൽ 2 വയസ്സ് വരെയാണ് ഈ ഒരു രീതിയിൽ വരുന്നത്.
ഇവിടുത്തെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും? അവൻ അവിടെ 5 സെൻസ് 5 സെൻസുകളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവന്റെ 5 സെൻസുകൾ യൂസ് ചെയ്തിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? അവന്റേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പോ ബർത്ത് മുതൽ 2 വയസ്സ് വരെയുള്ള സ്റ്റേജിനെ ജീൻ പിയാഷെ എന്ത് പേരിട്ടാണ് വിളിച്ചത്? സെൻസറി മോട്ടോർ സ്റ്റേജ് എന്നാണ് വിളിച്ചത്. ഓക്കെ, ഈ സ്റ്റേജിന്റെ പ്രത്യേകത എന്താണ്? അവൻ അവന്റെ 5 സെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു അല്ലെ, 5 സെൻസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. 5 സെൻസുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് അവൻ അവന്റെ കാര്യങ്ങൾ അവന്റെ പാരന്റ്സിനോടും അവന് വേണ്ടപ്പെട്ടവരോടൊക്കെ പറയുന്നതെന്ന് നമ്മൾ പറയും. ഇവിടെ എങ്ങനെയാണ് കുട്ടിയുടെ പ്രവൃത്തികൾ എങ്ങനെയൊക്കെയാണ്? അവനെല്ലാം ആക്ഷൻസ് ആണ് കാണിക്കുന്നത് അല്ലെ. കരയുക, ചിരിക്കുക, ദേഷ്യപ്പെടുക ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു ആക്ഷനിലൂടെയാണ്. അവനിവിടെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നില്ല അല്ലെ. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഒബ്ജക്ട് പെർമനൻസ് ഇവിടെ ഉണ്ട്. അതായത് എന്താണ്? ഒരു വസ്തു, അതായത് ഒരു പാവ അവനുണ്ട്. പാവ അവന്റെ മുമ്പിൽ കാണിക്കുമ്പോൾ ആ പാവ വേണം എന്ന് പറഞ്ഞ് അവൻ കരയും. പാവ മാറ്റി കഴിയുമ്പോഴും കുട്ടികൾ കരയില്ലേ? കുറച്ചു നേരം കരയും, മറന്നു പോകുന്നവരെ അല്ലെ. അതെന്തുകൊണ്ടാണ്? അവനറിയാം അങ്ങനെ ഒരു വസ്തു ഉണ്ട് അല്ലെ. അതാണ് ഈ ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറഞ്ഞാൽ. അതായത് ആ വസ്തു ഉണ്ടെന്ന് അവൻ അറിയാം, പക്ഷെ അവന്റെ മുമ്പിൽ അതില്ലെങ്കിലും എവിടെയോ ഇരിപ്പുണ്ട്. ഓക്കെ, അത് അവൻ അറിയാം. അതാണ് ഈ പറയുന്ന ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറഞ്ഞാൽ. അതായത് മലയാളത്തിൽ നമ്മൾ പറഞ്ഞ വസ്തു സ്ഥിരത എന്ന് പറയും. ഓക്കെ, അത് കാണുന്ന ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. ഇവിടെ എല്ലാ കാര്യങ്ങളും എന്താ ചെയ്യുന്നത്? അവൻ ആക്ഷൻസിലൂടെയാണ് പറയുന്നത് അല്ലെ. ഇപ്പോ സങ്കടം വന്നാലും ദേഷ്യം വന്നാലും ഒക്കെ അവൻ കരയുക ചെയ്യുന്നത് അല്ലെ. ഇനി സന്തോഷം വന്നവൻ ചിരിക്കും. എങ്കിൽ കൂടിയും അവൻ അവൻ്റെതായിട്ടുള്ള കാര്യം, അതിപ്പോ ഒരു വേദന എടുക്കാണ്, വയറുവേദന എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ തലവേദന എടുക്കേണ്ടത്, അങ്ങനെയൊക്കെ വരുമ്പോ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളോട് പറയാണോ ചെയ്യുന്നത്? എനിക്ക് തലവേദന എടുക്കുന്നു, എനിക്ക് വയറുവേദന എടുക്കുന്നു എന്നാണ് പറയുന്നത് അല്ല. അവൻ കരയുക മാത്രമേ ചെയ്യുള്ളൂ. കാരണം അവൻ ആ ഒരു സെൻസ് യൂസ് ചെയ്യാനേ അറിയുള്ളൂ. പക്ഷെ ആ ഒരു ടൈമിൽ അവൻ എന്തൊരു കഴിവുണ്ട്? ഒരു വസ്തു, അതായത് അവന്റെ കളിപ്പാട്ടം ആയിക്കോട്ടെ, അവനൊരു കാറുണ്ട്, ആ കാർ അവനുണ്ടെന്ന് അവൻ അറിയാം, അതെടുത്ത് മാറ്റുകയാണ്. അവന് കൊടുക്കാതെ അവനിൽ നിന്ന് തട്ടിപ്പറിച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ അവൻ കരയും. എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു വസ്തു ഉണ്ടെന്ന് അവൻ അറിയാം. അതുകൊണ്ട് അവൻ അതിനെ ചോദിച്ച് കരയും. ആ ഒരു അതിന് പറയുന്ന പേരാണ് എന്തെന്ന്? ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറഞ്ഞാൽ. അതായത് വസ്തു സ്ഥിരത എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. മിക്ക എക്സാമുകളിലും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതായത് ഒബ്ജക്ട് പെർമനൻസുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഈ ഒരു പോയിന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് ഈ ഒരു പ്രവൃത്തി കുട്ടി കാണിക്കുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഞാൻ എടുത്ത് പറയുന്നുണ്ട്. ഈ ഒരു പീരീഡിലാണ് അത് കാണുന്നത്. എന്താന്ന് മനസ്സിലായില്ലേ? ഈ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായില്ലേ? അതായത് ഈ ഒരു വസ്തു, ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് അവൻ അറിയാം. അവന്റെ മുമ്പിൽ നിന്ന് ആ ഒബ്ജക്റ്റ് എടുത്ത് മാറ്റിയാലും അവൻ കരയാറുണ്ട് അത് ചോദിച്ച്. എന്തുകൊണ്ടാണ്? അവനറിയാം അങ്ങനെ ഒരു വസ്തു ഉണ്ടെന്ന് അവനറിയാം, അവനെ പറ്റിക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് എന്തെന്ന്? ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. ഇതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം, വളരെ ഇമ്പോർട്ടന്റ് തന്നെ കൊടുക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ സെൻസറി മോട്ടോർ സ്റ്റേജ് കഴിഞ്ഞു, 2 വയസ്സ് കഴിഞ്ഞു, 2 വയസ്സായി. ഇനി 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള പ്രായമാണ് പറയാൻ പോകുന്നത്. അതാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ 2-3 വയസ്സുള്ള കുട്ടിയുടെ ചിത്രം വരണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുട്ടിയുടെ രൂപം വരണം കേട്ടോ. കാരണം ഇപ്പോ 2 വയസ്സ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പ്രീ സ്കൂൾ മുതൽ ഒരു 2ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ അല്ലെ, 1-2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, അത്രയും വരുന്ന കുട്ടികളാണ് ഏത് വരുന്നത്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്നത്. ഇവിടുത്തെ കുട്ടികളുടെ പ്രത്യേകത എന്താണ്? കുട്ടി സംസാരിക്കും അല്ലെ. 2 വയസ്സ് കഴിയുമ്പോഴേക്കും കുട്ടി സംസാരിക്കാനൊക്കെ തുടങ്ങും. അമ്മ, അച്ഛ, അല്ലെങ്കിൽ ഓരോ വസ്തുക്കളൊക്കെ തൊട്ട് അത് എന്താണെന്ന് പറയാനൊക്കെ ശ്രമിക്കും. ഇവിടെയാണ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് അല്ലെ. അതോടൊപ്പം തന്നെ സിംബോളിക് ആയിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങുന്നത് ഇവിടെയാണ്. അതായത് ഓരോ വസ്തുവിനും രൂപമൊക്കെ മനസ്സിലാക്കാനും, ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതാണ്, ഇത് പാവയാണ്, ഇല്ലെങ്കിൽ ഇത് കാറാണ്, അങ്ങനെയൊക്കെ ആ കുട്ടി പറയുന്നത് എപ്പോഴാണ്? ഈ പറയുന്ന പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിന്റെ തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ പറയും. 7 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ നന്നായിട്ട് പറയും. ഈ തുടക്ക കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരിക്കും? ഇതൊക്കെ ഒരു സിംബോളിക് ആയിട്ട് പറയാനൊക്കെ അറിയാവുന്ന, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പ്രായത്തിലേക്ക് വരും. ഇവിടെയാണ് ലാംഗ്വേജ് യൂസ് ചെയ്യും. ഇവിടെ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ഈഗോ സെൻട്രിക് ആയിട്ടുള്ള ഒരു തിങ്കിങ് വരുന്നത്. അതായത് ഈ 2 വയസ്സ് കഴിഞ്ഞ കുട്ടിയെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ പറയുന്ന ഒന്നും അവർ അംഗീകരിക്കില്ല അല്ലെ. എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ വാശി പിടിക്കും. എനിക്കത് കിട്ടിയേ പറ്റൂ, ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇപ്പൊ കരയും, അല്ലെങ്കിൽ ഞാനിപ്പൊ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് കുട്ടികൾ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ പുറത്തു പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു കാണുകയാണെങ്കിൽ അത് വേണം എന്ന് പറഞ്ഞ് കുട്ടികൾ വാശി പിടിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? അവൻ ഈഗോ സെൻട്രിക് ആണ്. കാരണം അവൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ എന്താണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അത് മതി, നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റൂല, ഞാൻ എന്താണ് പറയുന്നത് അതങ്ങ് കേട്ടോളണം.
അങ്ങനെയുള്ള ഒരു ചിന്താഗതി അവർക്ക് ഉണ്ടാവാറുണ്ട് അല്ലെ. വലുതാവുന്നതനുസരിച്ച് മാറിപ്പോവാറാണ് പതിവ്. അതിന് നമ്മൾ വാശി എന്നൊക്കെ പറയും. പക്ഷെ അതെന്താണ്, ഈഗോ സെൻട്രിക് ആയിട്ടുള്ള ഒരു തിങ്കിങ് ആണ്. എനിക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നതാണ് വേണ്ടത്, അല്ലെങ്കിൽ അത് വേണ്ട പോലെ അത് കൊള്ളില്ല എന്ന് പറയുകയാണെങ്കിൽ കുട്ടി സമ്മതിക്കില്ല. എനിക്കത് വേണം, അത് ശരിയാണ്, അത് നല്ലതാണ്, അതെനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് പറയും. അതാണ് ഈഗോ സെൻട്രിക് തിങ്കിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് പിന്നെ എന്താണ്, വലുതാവുന്നതനുസരിച്ച് ആ ഒരു ചിന്താഗതിയൊക്കെ മാറിപ്പോകും കേട്ടോ. പിന്നെ കുട്ടി വലുതാവുന്നതനുസരിച്ചുള്ള ആ ചിന്താഗതിയൊക്കെ മാറിപ്പോകും. ഇനി അടുത്ത സ്റ്റേജ് ആണ് എന്തെന്ന്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺക്രീറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ ക്യാരക്ടറിന് ഒരു രൂപം വരുന്ന ഒരു സമയമാണ്. അത് കോൺക്രീറ്റ് ചെയ്തെടുക്കുക, രൂപപ്പെടുത്തിയെടുക്കുക അല്ലെ. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ രൂപീകരിച്ചെടുക്കുക. 7 മുതൽ 11 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണ് ഈ മൂന്നാമത്തെ സ്റ്റേജിൽ വരുന്നത്. സെൻസറി മോട്ടോർ സ്റ്റേജ് എങ്ങനെയാണ്, 0 മുതൽ 2 വയസ്സ് വരെ. പിന്നെ നമ്മൾ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് പറഞ്ഞു, 2 മുതൽ 7 വരെ. ഇനി മൂന്നാമത്താണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, അത് 7 മുതൽ 11 വരെ. ഈ ഒരു സമയത്ത് കുട്ടികൾ ലോജിക്കായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും. 7 വയസ്സ് വരെയുള്ള കുട്ടികളോട് ലോജിക്കായിട്ട് തിങ്ക് എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കൊന്നുമില്ല അല്ലെ. അതായത് മോനെ അത് കൊള്ളില്ല, അത് നല്ലതല്ല എന്ന് അവനോട് പറയുമ്പോൾ അവൻ സമ്മതിക്കാത്തത് എന്തുകൊണ്ടാണ്, അവൻ ലോജിക്കായിട്ട് ചിന്തിക്കുന്നില്ല. പക്ഷെ 7 വയസ്സ് കഴിഞ്ഞു കഴിയുമ്പോൾ, അതായത് 3-ാം ക്ലാസ് അങ്ങനെയൊക്കെയുള്ള പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ, 3rd സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന കുട്ടിയൊക്കെ ആയി കഴിയുമ്പോഴേക്കും അവൻ ലോജിക്കായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങും. അവൻ കൊള്ളില്ലാത്ത വസ്തുവാണ്, ഓക്കെ, ഇത് എനിക്ക് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് അങ്ങനെയുള്ള ഒരു ഹാർംഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അങ്ങനെ ആ കുട്ടി മനസ്സിലാക്കി എടുക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണ്, 7 വയസ്സ് മുതലാണ്. അതുകൊണ്ടാണ് അവിടെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. കോൺക്രീറ്റ് ചെയ്തെടുക്കുകയാണ്, അതായത് അവൻ മനസ്സിലാക്കിയെടുക്കുകയാണ് ഓരോ കാര്യങ്ങൾ, ലോജിക്കായിട്ട് തിങ്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓരോ വസ്തുക്കളും അല്ലെങ്കിൽ ഓരോ നോളജും അവന്റെ ഉള്ളിലേക്ക് കോൺക്രീറ്റ് ആയിട്ട് വരികയാണ്, കോൺക്രീറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ഓക്കെ, ഇവിടെ കുട്ടി തിങ്ക് ചെയ്യുന്നുണ്ട് അല്ലെ, ആലോചിക്കുന്നുണ്ട്. 7 വയസ്സ് വരെയുള്ള കുട്ടികൾ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളൊന്നും തിങ്ക് ചെയ്യാറില്ല. തിങ്ക് ചെയ്താൽ അവരത് പറയുക ചെയ്യുന്നത്. പക്ഷെ 7 വയസ്സ് കഴിയുമ്പോൾ, അത് കഴിഞ്ഞിട്ട് ഒരു 11 വയസ്സ് വരെ പ്രായം വരുന്ന കുട്ടികൾ ഓരോന്നും മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങും. അത് എല്ലാവരോടും പറയൊന്നുമില്ല. അതായത് ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത് എല്ലാവരോടും പറയുന്നുണ്ടോ, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ 7 വയസ്സ് മുതലാണ്. അവന്റെ മനസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്, അവന് ഫീല് വരുന്നുണ്ട്. ഇവിടെ ഈഗോ സെൻട്രിക് ഒന്നും അല്ല. അതായത് ഇവിടെ പറഞ്ഞാൽ മനസ്സിലാവുകയൊക്കെ ചെയ്യും. അതായത് ഇപ്പൊ അത് വാങ്ങിക്കണ്ട എന്ന് പറഞ്ഞാൽ അവൻ ഓക്കെ പറയും, അവൻ വാങ്ങിക്കണ്ട, അത് കൊള്ളില്ല, അത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. ഇപ്പൊ ജങ്ക് ഫുഡ്സ് ഒന്നും അധികം കഴിക്കണ്ട, അത് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് മനസ്സിലാവും. ആഗ്രഹം ഉണ്ടാവും, എങ്കിൽ കൂടിയും അത് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു കഴിവുണ്ട്. ഓക്കെ, അത് കൊള്ളില്ലാത്തത് കൊണ്ടാണ് അമ്മ പറയുന്നത്, അല്ലെങ്കിൽ അച്ഛൻ അത് പറയുന്നത് അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കി എടുക്കാൻ അവർക്ക് കഴിയും. അതായത് ഇവിടെ ലെസ് ഈഗോ സെൻട്രിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് ഈഗോ ഇല്ല ഇവിടെ. ഓക്കെ, ആ ഒരു ടൈമിൽ ഈഗോ ഉണ്ടായിരുന്നു, ആ ഈഗോ മാറി അവൻ ലെസ് ഈഗോ സെൻട്രിക് ആണ്. എങ്കിലും വാശി ഉണ്ടാവില്ല എന്നല്ല, വാശി പിടിക്കും, എങ്കിൽ കൂടിയും അതിനൊരു ബാലൻസ് ഉണ്ടാവും. അതായത് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന പ്രായം എന്ന് പറയില്ലേ നമ്മള്, മലയാളത്തിൽ പറഞ്ഞാൽ എന്താണ്, എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രായമാണെന്ന് ഈ പറയുന്ന കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. ഇവിടെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫീൽ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്, ഓരോ കാര്യങ്ങളും തിങ്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നടക്കുന്നുണ്ട്. ഓക്കെ, ഇവരത് ഉള്ളിലുള്ളതൊന്നും എല്ലാവരോടും ഷെയർ ഒന്നും ചെയ്യില്ല കേട്ടോ. കാരണം അത് ചെയ്യണ്ട, എന്റെ മനസ്സിൽ എന്താണുള്ളത് എന്നുള്ളത് എന്റെ മനസ്സിൽ ഇരിക്കണം എന്നൊക്കെ ഉള്ള ചിന്താഗതിയൊക്കെ ഈ ഒരു ടൈമിൽ കുട്ടികൾക്ക് വരുന്നുണ്ട്. ഇനി ഈ സ്റ്റേജിലെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ സമയത്ത് ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളാണ്, ഇവര് ചിന്തിക്കാൻ തുടങ്ങും. അതായത് ഇന്നത് ഇന്നതാണല്ലോ, അതായത് ഇന്നതിന്റെ അവസാനം ഇങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പതുക്കെ പതുക്കെ ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ് ഈ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. അതായത് അവന്റെ ആ ഒരു തോട്ട്, അവന്റെ ആ ഒരു ഫീലിങ്സ്, അവന്റെ ഒപ്പീനിയൻസ് ഒക്കെ അവൻ പറയാൻ തുടങ്ങും. ഓക്കെ, ചെറുതായിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ തുടങ്ങുന്ന ഈ ഒരു സമയത്താണ്. 7 വയസ്സ് വരെ അങ്ങനെയൊന്നുമില്ല. 7 വയസ്സ് വരെ അഭിപ്രായങ്ങളൊന്നുമല്ല, എന്റെ ആവശ്യമാണ് പറയുള്ളൂ. ആ ആവശ്യം എനിക്ക് എന്ത് ചെയ്തു തന്നേ പറ്റുള്ളൂ, വേറൊന്നും എനിക്ക് അറിയണ്ട. ഓക്കെ, പക്ഷെ 7 വയസ്സ് കഴിയുമ്പോഴോ പിന്നെ അവന്റെ ഒപ്പീനിയൻസ് പറയാൻ തുടങ്ങും. അവനൊരു ഈഗോ സെൻട്രിക് ഒന്നും അല്ല, ലെസ് ഈഗോ സെൻട്രിക് ആകും. എല്ലാ കാര്യങ്ങളും ഒരു പക്വതയോടെ ചെയ്യുക എന്ന് പറയില്ലേ, പക്വതയോടെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇവിടെയാണ് റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേജിലാണ് വരുന്നത്. അതായത് എന്താണ്, അതായത് ഏത് കണ്ടീഷൻസിനെയും മനസ്സിലാക്കിയെടുക്കാനായിട്ട്, ആ ഒരു കണ്ടീഷനിൽ വെച്ച് ചിന്തിക്കാനുള്ള ഒരു കഴിവ്. അതായത് ഏത് സിറ്റുവേഷനെയും ആ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു 4 വയസ്സുള്ള ഒരു കുട്ടിയായിട്ട്
കടയിൽ പോവാണ്. കടയിൽ പോകുമ്പോൾ അവിടെ ഏറ്റവും വില കൂടിയ ഒരു വസ്തു കാണുകയാണ്, ഒരു പാവ കാണുകയാണ്. കുട്ടി അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയാണ്. എന്ത് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അവിടെ ആ കുട്ടി എന്ത് ചെയ്യുന്നില്ല, ഒന്നും മനസ്സിലാക്കി എടുക്കുന്നില്ല അല്ലേ. അതായത് അമ്മയുടെ കയ്യിൽ ചിലപ്പോൾ അത് വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടാവില്ല, പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അത് വാങ്ങിക്കൊടുക്കാത്തത്. പക്ഷെ അത് ആ കുട്ടി മനസ്സിലാക്കില്ല, ആ മകൻ അത് മനസ്സിലാക്കില്ല. പക്ഷേ ഒരു 8-9 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയായിട്ടാണ് അമ്മ കടയിൽ പോകുന്നത്. അവിടെ ഇങ്ങനെ ഒരു പാവയെ കണ്ടു, അല്ലെങ്കിൽ ഒരു കാറ് കണ്ടു, കുട്ടിക്ക് അത് വേണം എന്നുണ്ട്. പക്ഷെ കുട്ടിയോട് പറയാണ് അത് വാങ്ങിക്കാൻ എൻ്റെ കയ്യിൽ പൈസയില്ല. കുട്ടിക്ക് അത് മനസ്സിലാവില്ലേ അല്ലെ. കുട്ടിക്ക് അത് വേണം എങ്കിൽ കൂടിയും എന്റെ അമ്മയുടെ കയ്യിൽ അത്രയും എമൗണ്ട് ഇല്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നുള്ളൂ. അതായത് അവൻ ആ ഒരു ഏത് കണ്ടീഷനിലും അവനത് മനസ്സിലാക്കാനുള്ള അവന്റെ കഴിവാണ് ഇവിടെ പറയുന്നത്. ഏത് കണ്ടീഷനിലും എന്താണ് അപ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്ന് അവൻ എന്ത് ചെയ്യുന്നുണ്ട്, പക്വതയോടെ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതാണ് റിവേഴ്സിബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇനി റിവേഴ്സിബിലിറ്റിയെ കുറിച്ച് ഒരു പ്രാക്ടിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ലേ? അതായത് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, നിങ്ങൾക്കൊരു 3 വയസ്സ് പ്രായത്തിൽ നിങ്ങളെ കടയിൽ കൊണ്ടുപോയാൽ എന്ത് വേണമെന്ന് തോന്നിയാൽ അത് വേണമെന്ന് പറഞ്ഞ് നിങ്ങൾക്കറിയാം. എന്താണ് നിങ്ങൾക്ക് വേണമെന്ന് തോന്നിയാൽ അതും പറഞ്ഞ് നിങ്ങൾക്കറിയാം. എന്നാൽ ഒരു 8-9 വയസ്സ് പ്രായത്തിൽ നിങ്ങളെ കടയിൽ കൊണ്ടുപോയാൽ അവിടുത്തെ ആ ഒരു സാധനം നിങ്ങൾക്ക് വേണം, പക്ഷെ അമ്മയുടെ കയ്യിൽ പൈസ ഇല്ല, അത് വാങ്ങിക്കാനായിട്ടുള്ള ഒരു എമൗണ്ട് ഇല്ല എങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതിനെയാണ് എന്ന് പറയുന്നത് റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് തന്നെ അത് മനസ്സിലാക്കിയെടുക്കാം. ഇനി 4ാമത്തെ സ്റ്റേജ് ആണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 11 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ്. അതായത് ഒരു അഡോളസൻസ് പ്രായമൊക്കെ, കൗമാര പ്രായക്കാരൊക്കെ വരുന്ന ഒരു സ്റ്റേജാണ്. ഈ കൗമാര പ്രായത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു കാര്യമാണ്. കൗമാര പ്രായത്തിലെ കുട്ടികളെ കുറിച്ച് നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട്. എന്താണ് ഈ കൗമാര പ്രായത്തിലുള്ള കുട്ടികളുടെ പ്രത്യേകത എന്താണ്? അവരെങ്ങനെയാണ്? അവർ ഒരുപാട് സ്ട്രഗിൾസ് നേരിടുന്ന ഒരു സമയമായിരിക്കും അല്ലെ ആ ഒരു കാലഘട്ടം. പക്ഷെ അവർക്ക് ഒരുപാട് ക്വാളിറ്റീസുകളുണ്ട്. പ്രോബ്ലം സോൾവിങ് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി അവർക്ക് വരുന്നുണ്ട്. അതായത് അതായത് ഒരു 11 വയസ്സ് വരെയൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായ അമ്മയോട് വന്ന് ചോദിക്കും, ഇത് എന്ത് ചെയ്യും ഞാൻ, അല്ലെങ്കിൽ അച്ഛനോട് ചോദിക്കും, ഇത് ഞാൻ എങ്ങനെ ഇത് പരിഹരിക്കും എന്ന് ചോദിക്കും. പക്ഷെ ഒരു 11 വയസ്സ് കഴിയുമ്പോൾ വലിയ പ്രോബ്ലംസ് ഒന്നും അല്ല, ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ അവൻ സ്വയം എന്ത് ചെയ്യാൻ ശ്രമിക്കും, സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലെ. അതിൽ അവൻ സക്സസ് ആവുകയും ചെയ്യും. കാരണം അവന് പക്വത വന്നു തുടങ്ങിയിട്ടുണ്ട്, മെച്യൂരിറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്, പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞൊരു കഴിവ് കിട്ടുന്നുണ്ട്. പിന്നെ ഹൈപ്പോത്തിസിസുകൾ ഫോർമുലേറ്റ് ചെയ്യുക, അതായത് അനുമാനങ്ങൾ ഉണ്ടാക്കാനായിട്ട്. അതായത് ഇന്ന കാര്യം ഞാൻ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ആഫ്റ്റർ എഫക്ട് ഇതാണ്. ഓക്കെ, ഞാനിപ്പോ ഈ ഒരു കാര്യം ചെയ്താൽ ഇതിന്റെ പരിണിത ഫലം, ആഫ്റ്റർ എഫക്ട് ഇതായിരിക്കുമെന്ന് ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. ആരും പറഞ്ഞു കൊടുക്കണ്ട, അവൻ ചിന്തിക്കും, ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എനിക്ക് ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിനൊരു ഹൈപ്പോത്തിസിസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത എന്താ ചെയ്യുന്നത്, ലോജിക്കായിട്ട് തിങ്ക് ചെയ്യും അല്ലെ, പക്വതയോടെ ചിന്തിക്കാൻ തുടങ്ങും. ലോജിക്കായിട്ട് ചിന്തിക്കുക. കാരണം ഈ സമയത്ത് ഇപ്പൊ ചില വിശ്വാസങ്ങളൊന്നും അവർ സമ്മതിച്ചു തരില്ല അല്ലെ, ചില കാര്യങ്ങളൊന്നും അവർ സമ്മതിക്കില്ല. ഇതൊക്കെ തെറ്റാണ്, ഞാൻ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞ് അവൻ ലോജിക്കായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, പിന്നെ എന്താണത്, അബ്സ്ട്രാക്റ്റീവ്ലി ആയിട്ടുള്ള തിങ്ക് ചെയ്യുന്ന ഈ സമയമാണ്. അതായത് അമൂർത്ത ഭാവത്തിലുള്ള തിങ്കിങ് എന്നൊക്കെ പറയൂല്ലേ. അതായത് വേറെ ഒന്നും അല്ല പറയുന്നത്, ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ്, അവൻ ലോജിക്കായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങും, പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, ചിന്തിക്കുക. ഒരു 11-12 വയസ്സുള്ള ഒരു കുട്ടിയെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാം, അതിന് ചിന്തിക്കുക അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്. അവൻ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പഠിക്കും. പിന്നെ എന്താ ചെയ്യുന്നത്, അവനൊരു ലോജിക്കായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്ത് ചെയ്താലും അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്തായിരിക്കും എന്നുള്ള ഒരു മൈൻഡ് അവനുണ്ടായിരിക്കും അല്ലെ. അത് അവൻ ചിന്തിച്ചെടുക്കുന്ന കാര്യമാണ്. അതെല്ലാം ഈ ഒരു സമയത്ത് ഉണ്ടാവും. പിന്നെ ഇവിടെ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങും അല്ലെ. ചില കാര്യങ്ങളോട് അവൻ എന്ത് ചെയ്യാറുണ്ട്, വിമർശിക്കാറുണ്ട്. ഇപ്പൊ അമ്മയും അച്ഛനും എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇവൻ പറയും അത് അങ്ങനെയല്ലല്ലോ, അത് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്നൊക്കെ കുട്ടികൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് പറയും, തർക്കുത്തരം പറയാണെന്ന് പറയും. പക്ഷെ അവിടെ അവൻ തർക്കുത്തരം പറയുകയല്ല ചെയ്യുന്നത്, അവൻ ലോജിക്കായിട്ട് പറയാണ്, അവൻ ക്രിട്ടിസൈസ് ചെയ്യാണ്, അങ്ങനെ അല്ലല്ലോ വരേണ്ടത് എന്ന് അവൻ പറയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ് ഇതെന്ന് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്ന സ്റ്റേജ്. ഓക്കെ, സിമ്പിൾ അല്ലേ അത്. അവിടെ എന്തൊക്കെയാണ് കുട്ടികളിൽ വരുന്നത്, ലോജിക്കായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങുന്നു, അവന് പിന്നെ എന്താണ് പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞ ഒരു എബിലിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. പിന്നെ ഹൈപ്പോത്തിസിസുകൾ ഫോർമുലേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി വരുന്നുണ്ട്. പിന്നെ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാനും ചോദ്യം ചെയ്യാനും ഒക്കെ ആ കുട്ടി ആരംഭിക്കുന്നു. പക്ഷെ അതിലേക്ക് നമ്മൾ എന്ത് പറയും, നീ തർക്കുത്തരം പറയാണെന്ന് പറയും. പക്ഷെ അത് തർക്കുത്തരം പറയല്ല അവൻ ചെയ്യുന്നത്, അത് അവന്റെ ഒരു എബിലിറ്റിയാണ്. അവനൊരു അഡൽട്ട് ആവുന്നതിന് മുമ്പുള്ള അവന്റെ ഒരു ക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഓക്കെ,
ഓക്കെ, ഇനി നമുക്ക് കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ ഈ 4 സ്റ്റേജസുകളാണ് ആർക്കുള്ളത്? പിയാഷയ്ക്കുള്ളത്. ഈ 4 സ്റ്റേജസുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാൻ വളരെ ഈസിയുമാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഹെഡിങ്സുകളാക്കിയാണ്. ഇതിന്റെ സ്റ്റേജസ് ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഹെഡിങ്സുകൾ എല്ലാം നമ്മൾ പഠിച്ചു വെക്കണം. കാരണം നമ്മൾ മറ്റൊരാളുടെ പഠിക്കുമ്പോൾ, പിയാഷ കഴിഞ്ഞ് നമ്മൾ ബ്രൂണറിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ വേറെ രീതിയാണ്. ഓക്കെ, അദ്ദേഹം സെയിം മാറ്റർ തന്നെയാണ് പറയുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ ഹെഡിങ്സുകൾ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള പേരുകളും വ്യത്യാസമായിരിക്കും. അപ്പൊ നമുക്ക് അതിൽ ഡൗട്ട് വരാൻ പാടില്ല. ഡൗട്ട് വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ഹെഡിങ്സ് എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് നമ്മൾ ആ കുട്ടിയെ, ആ ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നമുക്ക് ചിലപ്പോൾ നമ്മുടെ കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുടെ കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിയെ നമുക്ക് അറിയാമായിരിക്കും. ആ കുട്ടിയെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം പഠിക്കാനായിട്ട്. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സ്റ്റേജസുകൾ എന്തൊക്കെയാണ് വരുന്നത്? സെൻസറി മോട്ടോർ സ്റ്റേജ് ഉണ്ട്, അതായത് ഒരു ജനിച്ചത് മുതൽ 2 വയസ്സ് വരെ പ്രായം വരുന്ന ഒരു കാലഘട്ടം. പിന്നെ എന്താണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഉണ്ട്, 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ പ്രായം വരുന്ന കുട്ടികൾ വരുന്നത്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 7 മുതൽ 11 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ. ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്? ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്, അതായത് 11 മുതൽ അതിനെപ്പോ ആയിട്ട് ഒരു 17-18 വയസ്സ് വരെ പ്രായം വരുന്ന, അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ആയിട്ട് വരുന്ന ആ ഒരു കാലഘട്ടത്തിലുള്ള ആളുകൾ വരുന്നതാണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ 4 സ്റ്റേജസുകളാണ് ആര് പറഞ്ഞിട്ടുള്ളത്? പിയാഷെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മറക്കരുത്. ഈ ഹെഡിങ്സ് എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് MCQ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ വരുന്ന MCQ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എ ചൈൽഡ് സീ എ ഡോഗ് ആൻഡ് കോൾ ഇറ്റ്സ് കാറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് സിമിലർ ഫീച്ചർ ടു ദി കാറ്റ് ദേ നോ. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. എന്താണ്? അതായത് അവന് ഒരു ഡോഗിനെ കാണുമ്പോൾ അവൻ അത് പറയുന്നത് എന്താണ്? കാറ്റ് ആണ് നമ്മൾ പറയുന്നത്. അതായത് ഡോഗും കാറ്റും തമ്മിലുള്ള ഒരു സിമിലാരിറ്റി അവൻ അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കുന്നുണ്ട് അല്ലേ? അത് അവിടെ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഡോഗാണത്, പക്ഷെ അത് ഡോഗാണെങ്കിലും അത് കാറ്റ് അല്ല. പക്ഷെ ഡോഗിനെ കാണുമ്പോൾ അവൻ പറയുന്നത് എന്താണ്? അത് കാറ്റിനെ പോലെ ഇരിക്കുന്നു. അവൻ ഡോഗിനെ ചിലപ്പോൾ മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല, അതായിരിക്കും. അപ്പൊ ഡോഗിനെ കാണുമ്പോൾ കാറ്റ് പോലെയാണ്, അപ്പൊ അവൻ കാറ്റ് എന്ന് വിളിക്കുന്നുണ്ട്. ഇവിടെ എന്താ ചെയ്യുന്നത്? തെറ്റാണ് അവൻ പഠിക്കുന്നത്, കാരണം അത് ഡോഗാണ്, കാറ്റ് വേറെയാണ്. പക്ഷെ അവൻ ഡോഗിനെ കാണാത്തത് കൊണ്ട് ഡോഗിന്റെ രൂപത്തിലുള്ള ഒരു ഡോഗിനും കാറ്റിനും നടക്കുന്നതൊക്കെ ഒരു ഏകദേശം ഒരുപോലെയൊക്കെ അല്ലേ. അപ്പൊ അത് നോക്കിയായിരിക്കും അവൻ പറയുന്നത്. അപ്പൊ അവിടെ അവന്റെ ഏതൊരു ഫീച്ചറാണ് അവൻ അവിടെ കാണിക്കുന്നത്? അക്കോമഡേഷൻ ആണോ? അല്ല. കൺസർവേഷൻ ആണോ? അല്ല. ഒബ്ജക്റ്റീവ് പെർമനൻസ് ആണോ? അതുമല്ല. എന്താണ്? അസ്യൂമുലേഷൻ അല്ലേ ചെയ്യുന്നത്? ഓക്കെ, തെറ്റായിക്കോട്ടെ, പക്ഷെ അത് അസ്യൂമുലേറ്റ് ചെയ്ത് എടുക്കുകയല്ല, അതിനകത്ത് ചെയ്യാണ്, താരതമ്യപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അസ്യൂമുലേഷൻ അല്ലേ സംഭവിക്കുന്നത്. കണ്ടോ? ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ടും വരുന്നത്. അപ്പൊ നമ്മൾ ഇത് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസിൽ പറഞ്ഞിട്ടുള്ളതിന്റെ കുറിച്ച്, എല്ലാത്തിനെ കുറിച്ച് നല്ലൊരു അറിവുണ്ടെങ്കിൽ മാത്രമാണ്, അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കിത് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, ഇൻ ക്ലാസ് ആക്ടിവിറ്റി സ്റ്റുഡൻസ് ആർ ഗിവൻ എ പ്രോബ്ലം ടു സോൾവ് ലോജിക്കലി. അതായത് ക്ലാസ് ആക്ടിവിറ്റിയിൽ വെച്ചിട്ട് സ്റ്റുഡൻസിന് ഒരു പ്രോബ്ലം കൊടുക്കുകയാണ്, ലോജിക്കായിട്ട് അത് സോൾവ് ചെയ്യണം. വൺ സ്റ്റുഡന്റ് സജസ്റ്റഡ് ആൻ ആൻസർ ബേസ്ഡ് ഓൺ ലോജിക്കൽ റീസണിങ് ഇവൻ ത്രൂ ദി അബ്സ്ട്രാക്ട് ആൻഡ് ഹൈപ്പോത്തറ്റിക്കൽ. അതായത് അവന്റെ അനുമാനങ്ങൾ അനുസരിച്ചും അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു തിങ്കിങ്ങും അനുസരിച്ചും ഒരു കുട്ടി അതിന് ആൻസർ പറയുന്നുണ്ട്. ഓക്കെ, this suggested the student is which of the Piaget stages. അതായത് ഈ കുട്ടി പിയാഷയുടെ ഈ പറയുന്ന സ്റ്റേജിൽ ഏത് സ്റ്റേജിൽ പെടുന്ന കുട്ടിയാണ്? ലോജിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ടീച്ചർ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. അതിലൊരു കുട്ടി എന്ത് ചെയ്യാണ്? ആ പ്രോബ്ലം സോൾവ് ചെയ്തു. ഓക്കെ, ലോജിക് ആയിട്ട് തന്നെ ആ കുട്ടി സോൾവ് ചെയ്തു. അതിന് അവൻ അബ്സ്ട്രാക്ട് തിങ്കിങ്ങും ഹൈപ്പോത്തസിസും ഒക്കെ ഉപയോഗിച്ചാണ് ചെയ്തത്. ഓക്കെ, അവൻ ഏത് സ്റ്റേജിലാണുള്ളത്? ഏതാണ്? അവൻ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണോ? അല്ല. പിന്നെ അവൻ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണോ? അല്ല. സെൻസറി മോട്ടോർ സ്റ്റേജിലാണോ? അല്ല. അവൻ ഏത് സ്റ്റേജിലാണ്? ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ് അല്ലെ? ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സിമ്പിൾ അല്ലേ ഇത് പഠിക്കാൻ? നമ്മൾ ഇത് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയ കാര്യമല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A child learn to recognize that object continue to exist even when they are hidden from view. അതായത് അവന്റെ വ്യൂവിൽ നിന്ന്, അവന്റെ കാഴ്ചയിൽ നിന്ന് ഒരു വസ്തു എടുത്ത് മാറ്റി വെക്കുകയാണ്. ഇത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ഇതിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം, എങ്കിലും ഞാനത് പറയാം. ഒരു വസ്തു അവന് മുമ്പിൽ നിന്ന് മാറ്റിയാണ്, അവന്റെ കളിപ്പാട്ടാണ്, അതെടുത്ത് മാറ്റിയാലും ആ കുട്ടി അത് ചോദിച്ച് കരയും.
അല്ലെങ്കിൽ അങ്ങനെ ഒരു വസ്തു ഉണ്ടെന്ന് അവൻ അറിയാം. അത് ഏത് കോൺസെപ്റ്റ് ആണ്? റിവേഴ്സിബിലിറ്റി ആണോ? അല്ല. കൺസർവേഷൻ ആണോ? അല്ല. ഈഗോസെൻട്രിക് ആണോ? അതുമല്ല. എന്താണ്? ഒബ്ജക്റ്റ് പെർമനൻസ് ആണ്. കണ്ടോ, ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ട് ചോദിക്കുന്നത്. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ടും ചോദിക്കും കേട്ടോ, ഇത് എന്താണ്, അതിന്റെ പേരെന്താണെന്ന്. അങ്ങനെയും ചോദിക്കാം. ഇങ്ങനെ ഒരു പ്രാക്ടിക്കൽ ടൈപ്പ് ആയിട്ട് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തും ചോദിക്കാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ബി ആണ് കറക്റ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡ്യൂറിംഗ് എ സയൻസ് എക്സ്പെരിമെന്റ് a child changed their schema for bird after learning that penguin do not fly. This is an example of. അതായത് ഇവിടെ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഒരു സയൻസ് എക്സ്പെരിമെന്റ് നടക്കുന്ന സമയത്ത് ബേർഡ്സ് ഒക്കെ പറക്കുമെന്ന് നമുക്കറിയാം. കുട്ടികൾക്കറിയാം ബേർഡ് എന്ന് പറഞ്ഞാൽ പറക്കുന്ന ഒരു ജീവിയാണ്. പക്ഷെ അവൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, പെങ്കിൻ ഒരു പക്ഷിയാണ്, പക്ഷെ പെങ്കിൻ പറക്കൂല, അല്ലെ, അവൻ ഫ്ലൈ ചെയ്യില്ല. ഇവിടെ എന്താണ് മനസ്സിലാക്കിയത്? എന്താണ്? അസിമുലേഷൻ ആണോ അവിടെ ഉള്ളത്? അല്ല, അവനത് മനസ്സിലായി കഴിഞ്ഞു. എന്ത് മനസ്സിലായി കഴിഞ്ഞു? പെങ്കിൻ പറക്കൂല, പെങ്കിന് ചിറക് ചെറുതാണ്, പക്ഷെ അവന് ഫ്ലൈ ചെയ്യാൻ കഴിയില്ല എന്ന് അവൻ മനസ്സിലാക്കി കഴിഞ്ഞുവെങ്കിൽ അത് ഏത് സ്റ്റേജിലേക്കാണ് അവൻ എത്തിയിരിക്കുന്നത്? അക്കോമഡേഷനിലേക്കല്ല എത്തിയിരിക്കുന്നത്. അവൻ ഉറപ്പിച്ചു, അവൻ അതിനെ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്താണ്? പെങ്കിൻ പറക്കില്ല, പക്ഷികളൊക്കെ പറക്കും, അത് ശരിയാണ്, ആ ഒരു സ്കീം അവൻ അംഗീകരിക്കുന്നു. പക്ഷെ പെങ്കിൻ എന്ത് ചെയ്യില്ല? പറക്കില്ല. അവൻ പക്ഷെ ഒരു കിളി തന്നെയാണ്, ഒരു പക്ഷി തന്നെയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്, അല്ലെ? പെങ്കിൻ എന്ന് പറയുന്നത് ഒരു ബേർഡ് ആണെന്ന് അവന് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ അത് പറക്കില്ല. അത് അവൻ എന്ത് ചെയ്യുന്നത്? അക്കോമഡേറ്റ് ചെയ്യാണ്. അപ്പൊ ഏതാണ് കറക്റ്റ് വരുന്നത്? എ അല്ലേ കറക്റ്റ് ആയിട്ട് വരുന്നത്? അക്കോമഡേഷൻ അല്ലേ കറക്റ്റ്? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A child began to understand that their action, such as breaking a toy, can be undone by fix it. This is an example of. അതായത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് ഒരു കുട്ടി ആ കുട്ടിയുടെ ടോയ് അങ്ങ് പൊട്ടിച്ച് കളയണം എന്ന് പറയുന്നത്, ചിലപ്പോൾ ചില ടോയ് ഒക്കെ നമുക്ക് അടർത്തി മാറ്റിയാലും ജോയിൻ ചെയ്ത് വെക്കാനൊക്കെ പറ്റും. അങ്ങനെ അവനത് അടർത്തി മാറ്റിയിട്ട് പിന്നെ അവൻ ജോയിൻ ചെയ്ത് വെച്ചു. അത് അവന്റെ ഏത് എക്സാമ്പിൾ ആയിട്ട് പറയാം? അല്ലാതെ അവന്റെ ഏതൊരു ക്വാളിറ്റിയാണ് ഇവിടെ പറയുന്നത്? കൺസർവേഷൻ ആണോ? അല്ല. ഒബ്ജക്റ്റ് പെർമനൻസ് ആണോ? അതല്ല. ഈഗോസെൻട്രിക് ആണോ? അതല്ല. പിന്നെന്താണ്? ആ സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ അവൻ അറിയില്ലേ? അല്ലേ? കാരണം ആ വസ്തു പൊട്ടിപ്പോയാൽ അത് വീണ്ടും ചേർത്ത് വെക്കാൻ പറ്റുമെന്ന് അവനറിയാം. അവൻ ആ ഒരു സന്ദർഭത്തിനൊത്ത് എന്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവന്റെ ഏത് ക്വാളിറ്റിയാണ് ഇവിടെ വരുന്നത്? റിവേഴ്സിബിലിറ്റി അല്ലേ വരുന്നത്? അല്ലേ? സിമ്പിൾ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ എ ക്ലാസ് റൂം ഡിസ്കഷൻ, a teenager can think about abstract concepts like justice and freedom. According to Piaget, this student is demonstration the ability of the. എന്താണത്? എന്തായിരിക്കും എന്റെ ആൻസർ? അതായത് ഒരു ക്ലാസ് റൂം ഡിസ്കഷൻ സമയത്ത് ഒരു ടീനേജ് പ്രായത്തിലുള്ള, അതായത് ഒരു 13-12 വയസ്സ് അങ്ങനെയൊക്കെയുള്ള പ്രായമുള്ള കുട്ടി ആയിക്കോട്ടെ, 14-15 ഏത് വയസ്സായിക്കോട്ടെ, 11 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു കുട്ടി ആയിക്കോട്ടെ, അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ജസ്റ്റിസ് ആൻഡ് ഫ്രീഡത്തെ കുറിച്ച് അവൻ മനസ്സിലാക്കുന്നുണ്ട്. അവിടെ അവന്റെ ഏത് ക്വാളിറ്റിയാണ് വരുന്നത്? അത് ഏത് സ്റ്റേജിലേക്കാണ് അവൻ എത്തിയിട്ടുള്ളത്? ടീനേജേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വേറെ ഒന്നും ആലോചിക്കാനില്ല. ഈ ക്വസ്റ്റ്യൻ തന്നെ വായിക്കേണ്ട ആവശ്യം നമുക്കില്ല, അല്ലെ? ചിലപ്പോൾ അവിടെ പേര് തന്നാലാണ് നമുക്ക് ഡൗട്ട് വരുന്നത്. ഇപ്പൊ ടീനേജർ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഏത് പറയാം? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് വരുന്നത്, അല്ലെ? വേറെ ഒന്നും നമുക്ക് മാറ്റി ചിന്തിക്കാനില്ല. സെൻസറി മോട്ടോർ സ്റ്റേജും കൺസ്ട്രക്റ്റീവ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജും ആൻഡ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജും ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഒക്കെ ആരുടെ ഇതാണ്? സ്റ്റേജസുകളാണ്? പിയാഷയുടേതാണ് കേട്ടോ. അത് ഞാനിപ്പോ എടുത്തു പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്യണം. അതിൽ ഓരോന്നിനെ കുറിച്ച് എക്സ്ട്രാ ഇങ്ങനെ എടുത്തെടുത്ത് ചോദിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ടീനേജേഴ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്കറിയാം എന്താണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണെന്ന്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റിവേഴ്സിബിലിറ്റി ആസ് ഡിസ്ക്രൈബ് ബൈ പിയാഷെ റെഫേഴ്സ് ടു. ഈ റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞ കാര്യമാണല്ലോ. എന്താണ്? വേറൊന്നും ആലോചിക്കാനില്ല, അല്ലെ? അതായത് the ability to understand that action can be undone or reversed. അതായത് ഒരു കാര്യം അവന് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ്, അവൻ ആ ഒരു സിറ്റുവേഷന് എന്ത് ചെയ്യണം എന്ന് അവൻ സ്വയം ആ കണ്ടുപിടിക്കുന്ന ആ ഒരു കഴിവിനെയാണ് റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ സിറ്റുവേഷന് തിരിച്ചു വരാൻ അവൻ അറിയാം. അതാണ് റിവേഴ്സിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് is the correct order to Piaget's stages of cognitive development? ഏതാണ് വരുന്നത്? ആദ്യം ഏത് സ്റ്റേജ് ആണ് വരുന്നത്? സെൻസ് ഉപയോഗിക്കുന്ന സ്റ്റേജ്, സെൻസറി മോട്ടോർ സ്റ്റേജ്. അങ്ങനെ സെൻസറി മോട്ടോർ സ്റ്റേജിൽ വന്നിട്ടുള്ളത് ബി മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ വേറെ ഒന്നും നമുക്ക് ചിന്തിക്കാനില്ല, അല്ലെ? സെൻസറി മോട്ടോർ സ്റ്റേജ്
പിന്നെ രണ്ടാമത്തെ എന്താണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ലാസ്റ്റ് വൺ എന്താണ്? ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. അപ്പൊ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. സിമ്പിൾ ആയിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത് ഇതിൽ ഏതാണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അത് നോക്കാണ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഏത് വയസ്സ് വരെയുള്ള കുട്ടികളാണ്? 2 മുതൽ 7 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ആൻസർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയേ. എബിലിറ്റി ടു പെർഫോം ലോജിക്കൽ ഓപ്പറേഷൻ. ലോജിക്കായിട്ട് പിള്ളേർ ചിന്തിക്കുകയാണോ ആ സമയത്ത്? ഒന്നും ചിന്തിക്കില്ല. ലോജിക് എന്ന് പറഞ്ഞൊരു കാര്യം അവിടെ വരുന്നില്ല. അബ്സ്ട്രാക്ട് തോട്ട് വരുന്നില്ല. അത് ടീനേജേഴ്സിനാണ് വരുന്നത് അല്ലെ. മാസ്റ്ററി ഓഫ് കൺസർവേഷൻ, അയ്യോ അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. പക്ഷെ എന്തായിരിക്കും ആ സമയത്ത്? ഈഗോ സെൻട്രിക് ആയിരിക്കും അല്ലെ. സിംബോളിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഈഗോ സെൻട്രിക് ആയിരിക്കും ആ ഒരു സമയത്ത്. അപ്പൊ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലെ. ബി ആണ് കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A child looked for a toy that was hidden under the blanket. Indicate they know the toy still existing even when out of the sight. അതായത് അവൻ ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ ഒബ്ജക്റ്റ് പെർമനൻസിനെ കുറിച്ച് അല്ലാട്ടോ പറയുന്നത്. നമ്മളിപ്പോ ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒബ്ജക്റ്റ് പെർമനൻസ് ആണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം അതല്ല. ഒരു ടോയ്, അവന്റെ ഒരു ടോയ് ബ്ലാങ്കറ്റിന്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചേക്കാണ്. അവനത് കാണാൻ പറ്റുന്നില്ല. പക്ഷെ അവൻ അറിയാം അങ്ങനെ ഒരു ടോയ് ഉണ്ടെന്ന്. അതിന് നമ്മൾ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയും. പക്ഷെ ആ സ്റ്റേജ് ഏതാണ്? ഏത് സ്റ്റേജിലാണ് അങ്ങനെ പറയുന്നത്? ചിന്തിക്കുന്നത് എങ്ങനെയാണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണോ, കോൺക്രീറ്റ് സ്റ്റേജിലാണോ, അല്ലെങ്കിൽ സെൻസറി മോട്ടോർ സ്റ്റേജിലാണോ, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണോ? ഏതിലാണ്? സെൻസറി മോട്ടോർ സ്റ്റേജിലല്ലേ ചിന്തിക്കുന്നത്. അതുണ്ടെന്ന് അവൻ അറിയുന്നത് ഏത് സ്റ്റേജിലാണ്? സെൻസറി മോട്ടോർ സ്റ്റേജിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അതായത് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ആരെ കുറിച്ചാണ് പഠിച്ചത്? പിയാഷെയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് പഠിച്ചത്. പിയാഷെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം നോക്കി. അതായത് ബേസിക് കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് നോക്കി. അതിനുശേഷം സ്റ്റേജസുകൾ നോക്കി. സ്റ്റേജസുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് കരുതി അസിമുലേഷൻ അക്കോമഡേഷനും വേണ്ടാന്നല്ല, ഇത് മൊത്തം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ നിന്നാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുള്ളത്. കാരണം പ്രാക്ടിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ കോമ്പണൻസ് പഠിക്കണം. പിയാഷെ പറഞ്ഞിട്ടുള്ളതും അസിബൽ പറഞ്ഞിട്ടുള്ളതും ഏറെക്കുറെ സെയിം തന്നെയാണ്. പക്ഷേ അവരുടെ ഹെഡിങ്സിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഹെഡിങ്സ് ഉറപ്പായിട്ടും അത് ആരുടേതാണെന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.